ചർച്ച തുടരുകയാണ്. ശ്രീമതി കലാശിബു, നമ്മൾ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും സ്വാഭാവികമായി തന്നെ പെൺകുട്ടികളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പെൺകുട്ടികൾ ഒരുപക്ഷെ തങ്ങളുടെ ഉള്ളിലുള്ള വിചാരങ്ങളൊക്കെ കുറച്ച് എളുപ്പത്തിൽ തുറന്നു പറയാൻ തയ്യാറാകുന്നവരുമാണ്. പക്ഷേ ആൺകുട്ടികൾ അങ്ങനെയല്ല. പെൺകുട്ടികളെക്കാൾ ഒരുപക്ഷെ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളുടെ കാര്യത്തിലുണ്ട്. അവർ തുറന്നു പറയാൻ വലിയ തോതിൽ മടി കാണിക്കുന്നവരുമാണ്. അപ്പോൾ താങ്കളുടെ അനുഭവത്തിൽ എന്താണ് ആൺകുട്ടികൾ, നമ്മുടെ നാട്ടിലെ കുഞ്ഞു കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഇപ്പം മരുതി പറഞ്ഞ പോലെ ആൺകുട്ടി പെൺകുട്ടി എന്നൊന്നുമില്ല. കാരണം ഇതിൽ ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ തോന്നിയിട്ടുള്ള മിക്ക അബ്യൂസ്മെൻറ്റും നടക്കുന്നത് സെക്ഷലായിട്ടുള്ള ഒരു മാനസികാവസ്ഥയുടെ ബേസിൽ മാത്രമല്ല. ഡ്രഗ്സിൻ്റെ ഒരു ഉപയോഗം വളരെ കൂടുതലാണ് സമൂഹത്തിൽ. അതിൽ ഇപ്പോൾ നമ്മൾ സെക്ഷലായിട്ടുള്ള ഫ്രസ്ട്രേഷൻ ആണ് എന്ന് പറഞ്ഞാൽ അതിൽ ഫോക്കസ് ചെയ്യുന്നെങ്കിലും എനിക്ക് കിട്ടുന്ന കേസസിൻ്റെ റിപ്പോർട്ട് വെച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ ഡ്രഗ്സ് ഒരുപാട് വ്യാപകമാണ്. അത് എന്താ പറയുക, ഹൈപ്പറായിട്ട് നമ്മൾ ഓരോ വർഷം കൂടും തോറും കൂടുതൽ ഇതിനകത്തിലുള്ള കേസസും കൂടിക്കൊണ്ട് വരും. അപ്പം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളതല്ല, ഇങ്ങനെ ഇതിൽ അടിമപ്പെട്ടവർക്ക് അങ്ങനെ കൊച്ചുകുട്ടി ആൺകുട്ടി എന്നുള്ള അപ്പോൾ രണ്ട് കൂട്ടരിലും ഒരുപാട് കേസസ് നടന്നു വരുന്നുണ്ട്. പിന്നെ ആൺകുട്ടികളുടെ ഒരു പ്രശ്നം എടുക്കുകയാണെങ്കിൽ വീട്ടിൽ തന്നെ ആൺകുട്ടിയെ നമ്മൾ വളർത്തി വരുന്നതെന്ന് വെച്ചാൽ നീ ആൺകുട്ടിയാണ്, നീ ഭയങ്കര ആ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ മിക്ക കുടുംബങ്ങളിലും ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആൺകുട്ടികൾക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രത്യേക പരിഗണന ഉണ്ടല്ലോ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ സ്കൂളിലും അത് പലപ്പോഴും നമുക്കൊരു പ്രശ്നം സൃഷ്ടിക്കാറുണ്ട്. സ്കൂളിൽ വരുമ്പോഴും ആണാണ് എന്നുള്ളൊരു അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നൊരു കുട്ടിക്ക് ഇത്തരത്തിലുള്ളൊരു അബ്യൂസ്മെൻറ്റ് നേരിടുമ്പോൾ പെൺകുട്ടികളുടെ അടുത്ത് തുറന്ന് നമ്മൾ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അത്രയും എളുപ്പമല്ല ആൺകുട്ടികളാകുമ്പോഴത്തേക്ക്. പിന്നെ അതുപോലെ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുള്ള ഇത്തരം അബ്യൂസ്മെൻറ്റ് ആൺകുട്ടികളെ പെട്ടെന്ന് അതിലോട്ട് ആകർഷിക്കാനും ഈ ഇങ്ങനെയുള്ളവർക്ക് സാധിക്കും. അപ്പം വ്യാജ പരാതികൾ എത്രമാത്രം കൗൺസിലിംഗിൽ ഉയരുന്നുണ്ട്? കാരണം വലിയ തോതിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന പല തരത്തിലുള്ള കുട്ടികളുണ്ടാകാം. ചിലപ്പോൾ അച്ഛനമ്മമാരുടേതടക്കം ശ്രദ്ധ കിട്ടാത്ത ഒരു അറ്റൻഷൻ സീക്കിംഗ് പ്രവണത ഉള്ള കുട്ടികളുണ്ടാകാം. ഭാവനാശേഷി വലിയ തോതിൽ ഭാവനാശേഷിയുള്ള കുട്ടികളുണ്ടാകാം. അപ്പം അത്തരം ഭാവനയിൽ നിന്ന് ഉയരുന്ന അത്തരം പരാതികളും നേരിടേണ്ടി വരാറില്ലേ? ഉണ്ട്. അത് മെയിനായിട്ട് സ്കൂളിൽ അധ്യാപകരാണ് ഒരുപാട് കഷ്ടപ്പെടുന്നത്. കാരണം മിക്ക സ്കൂൾസിലും ഈ പരാതിപ്പട്ടി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൽ ഏറ്റവും നല്ല അധ്യാപകൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല അധ്യാപികയെ പറ്റിയിട്ടായിരിക്കും പരാതി വരുന്നത്. ഇപ്പോൾ ടീച്ചർ ഒന്ന് ക്ലാസ്സിൽ എന്തെങ്കിലും ഇപ്പം ഞങ്ങളെല്ലാം ബോധവൽക്കരണ ക്ലാസ്സസ് നടത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ബോധവൽക്കരണ ക്ലാസ്സിന് വിളിക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു ഭയമാണ്. ഇത് കുട്ടികളിൽ എങ്ങനെ ഒറ്റ ക്ലാസ് കൊണ്ടൊന്നും ഇത് കറക്റ്റായിട്ട് പോകില്ല, അതിനൊരു ഫോളോ അപ്പ് വേണം. അപ്പം നമ്മൾ ബോധവൽക്കരണ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ചെന്ന് എടുക്കുമ്പോൾ ആ ലോസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക, പീഡനത്തിന് ഇങ്ങനെ ലോസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. ഇത് കുട്ടികളിൽ നല്ല രീതിയിൽ തന്നെ എത്തണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തെന്ന് വെച്ചാൽ സാറുമാരെങ്ങാനും ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു നോട്ട് കംപ്ലീറ്റ് ചെയ്യാത്തതിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ വഴക്ക് പറയുമ്പോഴത്തേക്കും ഇവർ പെട്ടെന്ന് അടുത്ത സ്പോട്ടിൽ എഴുതിയിടുന്നത് ഇന്ന സാർ എന്നെ പീഡിപ്പിച്ചു. ഈ പീഡനം എന്നുള്ള വാക്ക് വളരെ ലഘുവായി മാറിയിരിക്കുക ഇപ്പോൾ. അപ്പം ഡോക്ടർ വി ബിന്ദു, അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇത് എനിക്ക് വളരെ എനിക്കും ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ അനുഭവം. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ വന്നിട്ട് പറയും, മാഡം ഇന്ന് മറ്റേ ഇന്നൊരു കുട്ടീനെ, ഒരു അപർണ ഒരു കുട്ടീനെ, ആ കുട്ടീനെ ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് വന്ന് പറയണേക്കാം. അപ്പോൾ കുട്ടികൾ ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം വളരെ സത്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൗൺസിലർക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത് അധ്യാപകരെല്ലാവർക്കും തന്നെ ഈ കൗൺസിലിങ്ങിനൊരു സ്കില്ലുണ്ടായിരിക്കണം. ഞാനതാ ചെയ്യാറുള്ളത്. അവിടെ സ്കൂളുകളിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കൗൺസിലിംഗ് കലണ്ടർ തന്നെ സെറ്റ് ചെയ്യും. ഇതിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്തൊക്കെയാണോ നമ്മൾ കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ജെൻഡർ ബേസ്ഡ് വയലൻസ്, അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി, അല്ലെങ്കിൽ എന്താ പറയുക, മ്യൂച്വലി ബോയ്സും ഗേൾസും തമ്മിൽ റെസ്പെക്റ്റ് ചെയ്യണം. അധ്യാപകർ തന്നെ പീഡകരാകുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലെങ്കിൽ ബസ് ഡ്രൈവർമാർ, സ്കൂൾ ബസ്സിലെ ഡ്രൈവർമാർ തന്നെ, അങ്ങനെ പല ഘട്ടങ്ങളിൽ സ്കൂൾ തന്നെ കുട്ടിക്ക് വല്ലാതെ വെറുപ്പുളവാക്കുന്ന സാഹചര്യങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ഘട്ടവുമുണ്ട്. എത്രമാത്രം മുൻകരുതൽ നടപടികൾ എല്ലാ സ്കൂളുകളുടെ ഭാഗത്തുനിന്നും ഇത്തരം കാര്യങ്ങളിൽ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്? ഒരു ചെറിയൊരു പ്രശ്നം, ഒരു പരാതി പോലും ഒരു അധ്യാപകനെ കുറിച്ചോ ഒരു ഡ്രൈവറെ കുറിച്ചോ ഒക്കെ പരാതിപ്പെട്ടാൽ ഉടനെ തന്നെ അതിന് ശിക്ഷ കൊടുക്കുക.
അപ്പം തന്നെ പിരിച്ചുവിടും. ഞാൻ ഇതെല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അടുത്ത മെയിൽ സ്റ്റാഫിനെ അറിയിക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അപകടമുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കണം എന്നുള്ളത്. അത് ജെന്യുവിൻ ആണെന്ന് തോന്നിയാൽ, കുട്ടി എന്ത് പറഞ്ഞാലും ചെയ്യുക എന്നുള്ളതല്ല, പറയുന്നതിൽ ജെന്യുവിൻ, അത് എന്തെങ്കിലും ഒരു സത്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ നിമിഷം തന്നെ അവരെ പറഞ്ഞയക്കും. അപ്പോൾ അതുകൊണ്ട് ബോഡിയിൽ ടച്ച് ചെയ്തിട്ടുള്ള ഒന്നും തന്നെ പാടില്ല എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് മിസ്കൺസെപ്ഷൻസ് ധാരാളമുണ്ട്. ഇത് അധ്യാപകർക്ക് ഒരു കൂട്ടായ്മയോടെ തന്നെ ഇതൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. ഈ തെറ്റിദ്ധാരണകളും ഏതാണ് ബാഡ് ടച്ച്, ഏതാണ് ഗുഡ് ടച്ച് എന്നൊക്കെ കുട്ടിക്ക് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുക? അതിനൊരു ഇൻറ്റ്യൂഷൻ തന്നെ കുട്ടിക്ക് സ്വയം ഉണ്ടാവണം. ഒരാൾ തൊടുന്നത് നല്ലതാണ്, സ്നേഹത്തോടെ തൊടുന്നതിനെ നിരസിക്കാൻ പറ്റുകയുമില്ല. ഒരു സ്നേഹത്തോടെ ഒരു അച്ഛൻ്റെ സ്ഥാനത്തുള്ള ഒരാൾ, ഒരു മുത്തച്ഛൻ്റെ സ്ഥാനത്തുള്ള ആൾ കവിളത്തൊന്ന് തൊടുമ്പോഴേക്കും അത് പീഡനമാവില്ലല്ലോ. അപ്പോൾ അത് സ്നേഹത്തോടെയുള്ള ടച്ച് ഏതാണെന്നുള്ളതും അബ്യൂസ് ചെയ്യാവുന്ന ടച്ച് ഏതാണെന്നുള്ളതും കുട്ടിക്ക് തിരിച്ചറിയാനുള്ള ഒരു സ്കില്ലാണ്. അതിന് ചർച്ച തന്നെയാണ് പറ്റുള്ളൂ ഒരു അമ്മയെപ്പോലെ അധ്യാപകർ. കാരണം അമ്മയെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിൽ ഒരു പരിമിതിയുണ്ട്. എത്രമാത്രം അവർ സമയം ഇതിന് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ പേരൻസ് തീർച്ചയായിട്ടും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കുറച്ച് സമയമെങ്കിലും കുട്ടികളോട് എല്ലാം തുറന്ന് സംസാരിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പല കാര്യങ്ങളും തിരിച്ചറിയാൻ സാധിക്കും. അത്തരം തിരിച്ചറിവുകൾ കുട്ടികളുടെ ഭാഗത്തും മാതാപിതാക്കളുടെ ഭാഗത്തും ഒപ്പം അവരുമായി ഇടപെടുന്ന മറ്റ് ആളുകൾ, അധ്യാപകരടക്കമുള്ളവരുടെ ഭാഗത്തും ഉണ്ടാകണം എന്ന് തന്നെയാണ് പ്രത്യാശിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീമതി ബിന്ദു, ഒപ്പം ശ്രീമതി കലാ ഷിബു ഈ ചർച്ചയിൽ പങ്കുചേർന്നതിന്.